2007 ഫയർ സർവീസിൽ പ്രവേശിച്ചിട്ട് 2017-18 വരെ ഫയർ സർവീസിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കൂടെ ജോലി ചെയ്തവരും എൻ്റെ ഓഫീസറായിട്ട് ജോലി ചെയ്ത ആൾക്കാരും ഒക്കെയാണ്. ദോഷം ഇത്തരത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇന്നലെ എൻ്റെ കൂടെ സംസാരിച്ചവരോടെല്ലാം പറഞ്ഞു, ദിവസവും ഇത്തരത്തിലുള്ള നൂറുകണക്കിന് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായി ഈ ചുറ്റുപാട് നിൽക്കുന്നതല്ല. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ബാച്ചുകാർ തന്നെ കുറേ പേരുണ്ട്. ഇവരെല്ലാം എനിക്ക് കൂടെ നിൽക്കുന്ന അനിൽ സാർ എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന കിണർ വർക്കിനൊക്കെ ഭയങ്കര ഉസ്താദുക്കളാണ്. ഞാൻ അവരെയൊക്കെ കണ്ടാണ്, ഇവരുടെ പുറകെ കൂടാണ് നമ്മൾ ഇറങ്ങി തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അതിനകത്തൊരു കാര്യമുള്ളത്, അന്ന് ഒരു മത്സരമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റേഷനിൽ ഒരു കോള് വന്നു കഴിഞ്ഞാൽ ആദ്യം ആര് സ്പോട്ടിൽ ചെല്ലും, ആദ്യം ആര് കിണറ്റിലിറങ്ങും, ആദ്യം ആര് രക്ഷപ്പെടുത്തി എടുക്കുമെന്ന് പറഞ്ഞ് ഒരു മത്സരമുള്ള ഒരു കാലഘട്ടത്തിൽ സർവീസിലൂടെ ഫയർ സർവീസിലൂടെ കഴിഞ്ഞു പോയിട്ടുള്ളത്. ഞങ്ങള് വേറെന്തിനല്ല വന്നത്, ഇന്നലെ നടന്ന സംഭവത്തില് ഒരു സ്ത്രീയുടെ ഒരു വൃത്തിയായ ഒരു മാതാവിന്റെ ജീവൻ രക്ഷിച്ച ജയേഷിനെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി ആണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ വന്നതിന് വേറെ ഉദ്ദേശമൊന്നുമല്ല, ഞങ്ങളുടെ മുൻകാല സഹപ്രവർത്തനം കൂടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് കൊട്ടാരം, തീർച്ചയായിട്ടും ഞങ്ങളൊരു മുൻകാല സഹപ്രവർത്തകൻ ഇങ്ങനൊരു വ്യത്യസ്തമായ, അല്ലെങ്കിൽ അദ്ദേഹം പോലീസിംഗിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജോലി ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ട ഒരു കടമ ഞങ്ങളുടെയാണെന്ന് തോന്നിയിട്ട് ഞങ്ങളൊന്ന് ആലോചിച്ച് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ സംഭവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കിണറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറമേ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല തോന്നിയാൽ പോലും അതിനകത്തുള്ള ഓക്സിജൻ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. പ്രത്യേകിച്ചും അടച്ചും മൂടി കിടക്കുന്ന കിണറാവുമ്പം അവിടെ എയർ സർക്കുലേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവത്തില്ല. അങ്ങനെ ഉണ്ടാവാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ ഒരു ഓക്സിജന്റെ അളവ് കിട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കിണർ വൃത്തിയാക്കാൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് കുഴഞ്ഞു വീണ് മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടാതെ വേറൊരു അപകട സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇഷ്ടംപോലെ പച്ചിലകളൊക്കെ നിൽപ്പുണ്ട്. സോ അത് അഴുകിയിട്ട് അവിടെ മീഥേൻ എന്ന് പറഞ്ഞൊരു വാതകം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അത് വന്നാലും ഒരു വിഷവാതകമാണ്, അത് ശ്വസിച്ചാലും അപകട സാധ്യത വളരെ കൂടുതലാണ്. ഈ രണ്ട് കാരണം കൊണ്ടാണ് മിക്കവാറും അപകടങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ എയർ സർക്കുലേഷൻ ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ. കൃത്യമായ മുൻകരുതൽ എടുത്തിട്ട് മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. എത്ര കിണറുകളിൽ ഇറങ്ങി എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പോലും ഇത്തരം കിണറുകൾ ഇറങ്ങുമ്പോൾ കൃത്യമായ മുൻകരുതൽ എടുത്ത് മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. അതിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് എയർ സർക്കുലേഷൻ നമ്മൾ വരുത്താൻ ശ്രമിക്കുക. ഒന്നാമത് ചെയ്യേണ്ട അതാണ്. വേറൊന്നുമല്ല, നമ്മുടെ പച്ചിലപ്പടപ്പുകളൊക്കെ കയറി തൂക്കി താഴേക്ക് ഇറക്കി ഒരു 10-20 പ്രാവശ്യം മുകളിലേക്ക് വരുത്തുമ്പോൾ തന്നെ കുറച്ച് എയർ സർക്കുലേഷന്റെ വിഷയങ്ങൾ മാറിക്കിട്ടും. അങ്ങനെ എന്നാൽ പോലും നമ്മൾ പൂർണ്ണമായിട്ടും മാറിയെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ, അടിയന്തര സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ അരയിലൊരു കയറ് കെട്ടി മാത്രമേ ഒരാൾ ഇറങ്ങാൻ പാടുള്ളൂ. കാരണം എന്തെങ്കിലും കാരണവശാൽ ഇയാൾക്ക് ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ കരയിൽ നിൽക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അല്ലെങ്കിൽ ഒരാൾ വീണ്ടും ഇറങ്ങിയിട്ട് അയാളെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് വീണ്ടും അപകടത്തിലേക്ക് പോകുന്ന ഒരു സംവിധാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൃത്യമായ മുൻകരുതലെടുത്ത് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അത് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മിക്കവാറും ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ഈ ജനുവരി മുതൽ ഏതാണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉണ്ടാവുന്ന അത്രയും മാസങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ആൾക്കാർപ്പെട്ടുണ്ടാകുന്ന അപകടങ്ങൾ. അതായത് കിണർ വൃത്തിയാക്കാൻ വേണ്ടി ആൾക്കാർ ഇറങ്ങുകയും അവസാനം അതിനകത്ത് പെട്ടുപോവുകയും അങ്ങനെ ഇഷ്ടംപോലെ അപകടം ഉണ്ടായിട്ടുണ്ട്. അത് വേറെ പ്രശ്നം, വെള്ളത്തിൽ ഒരാൾ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ അധിക സമയമൊന്നും ജീവനോടെ ഇരിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ആളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കണ്ടസ്റ്റ് നോക്കുമ്പോൾ ഇന്നലെ ജയേഷ് ചെയ്തിരിക്കുന്ന പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ്. കാരണം ഇനിയൊരു കുറച്ച് നിമിഷങ്ങൾ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ അമ്മയുടെ ജീവൻ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയെന്ന് വരികയില്ലായിരുന്നു. അതാണ് അന്നേരം നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക്, കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾക്ക്, അദ്ദേഹം ഫയർഫോഴ്സിൽ മുൻ ജീവനക്കാരൻ കൂടിയാണ്. 11 വർഷത്തോളം സർവീസ് ഫയർഫോഴ്സ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ മെഡൽ കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിയാം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന്. അത് ആ അറിവിന്റെ ഒരു ബലത്തിലാണ് അദ്ദേഹം തീർച്ചയായിട്ടും അത് ഇറങ്ങിയതും ആ അമ്മയെ രക്ഷപ്പെടുത്തിയതും. ആ അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള അപകടങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഫയർഫോഴ്സ് എത്തുന്നവരെ നമ്മൾ അവരെ പ്രതീക്ഷിച്ചിരുന്നാൽ ചിലപ്പോൾ അമ്മയുടെ ജീവൻ നഷ്ടമായേക്കാം. അതാണ് ഒരു സാഹചര്യങ്ങളിൽ കൃത്യമായ ഒരു മുൻകരുതൽ എടുക്കാതെ ഇറങ്ങുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ജീവൻ അപകടത്തിലാണ്. ആ ഒരു സന്നദ്ധഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ധാരണയുണ്ട് എന്താണ് അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അതിലെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഇറങ്ങാറുള്ളൂ. അത് ഫയർഫോഴ്സിലെ ജീവനക്കാരല്ല അദ്ദേഹത്തിനും അറിയാം എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അതിന്റെ ഒരു ബലത്തിലാണ് ഒരു കയറോട് ഉൾപ്പെടുത്തി അദ്ദേഹം അവിടെ കെട്ടിട്ട് നിന്നത്. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പുറമേ നിന്നുള്ള ആൾക്ക് രക്ഷപ്പെടുത്താനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മളാണെങ്കിൽ പോലും, അല്ലെ മറ്റുള്ളവരാണെങ്കിൽ പോലും, നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ശ്രദ്ധിക്കുക. നമുക്ക് എല്ലായ്പ്പോഴും ഇങ്ങനൊരു ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഞങ്ങൾ ഫയർഫോഴ്സുകാർ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ എല്ലാ തരസമയത്തുള്ള ജോലി എന്ന് വെച്ചാൽ അത് തന്നെയാണ്. ഒന്നുകിൽ ജീവൻ രക്ഷിക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ
സ്വത്ത് സംരക്ഷിക്കുക. ഇത് രണ്ടുമാണ് ഞങ്ങളുടെ ജോലി. തീർച്ചയായിട്ടും ആ ഒരു ജോലി ആര് ചെയ്താലും ഞങ്ങളെ സംബന്ധിച്ച് എപ്പോഴും സന്തോഷമാണ്. അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു മുൻ ജീവനക്കാരൻ കൂടി ആകുമ്പോൾ അതിന് സന്തോഷം ഇരട്ടിക്കും. തീർച്ചയായിട്ടും ചെയ്ത പ്രവർത്തനം എന്തായാലും ഒരു അമ്മയുടെ ജീവൻ രക്ഷിച്ച ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അതിനകത്ത് ഞങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുക, അതോടൊപ്പം ഒരു അഭിനന്ദനം കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കർത്തവ്യമായിട്ട് തോന്നി. അങ്ങനെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നത്. ഞാൻ പത്തനാപുരം ഫയർ സ്റ്റേഷനിലെ ഓഫീസറാണ്, സ്റ്റേഷൻ ഓഫീസറാണ്. സാറിന്റെ പേര്? എൻ്റെ പേര് ശിവകുമാർ എന്നാണ്. ഞാൻ അതിലുപരി ജ്യേഷ്ഠൻ നാട്ടുകാരൻ കൂടിയാണ്. ജ്യേഷ്ഠൻ ഞാൻ ഒരുമിച്ച് പഠിച്ച് വളർന്നതാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഫയർഫോഴ്സിലും ഞാൻ കൊട്ടാരക്ക് ജോലി ചെയ്ത സമയത്ത്, സ്റ്റേഷൻ ജോലി ചെയ്ത സമയത്ത് ജ്യേഷ്ഠം അവിടെ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൊട്ടാരക സ്റ്റേഷനിലെ ജോലി ചെയ്ത ഒരു പരിചയം. വെള്ളത്തിൽ അപകടം എല്ലായിടത്തും ഉണ്ട്. ഞാനിപ്പം പത്തനാപുരമുള്ള സമയത്തിന് കോന്നിയിൽ ഒരു പെൺകുട്ടി +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി മുങ്ങി മരിച്ചൊരു കഴിഞ്ഞ 2 വർഷം മുന്നേ എല്ലായിടത്തും വിഷയമായ ഒരു സംഭവം. കോന്നിയിലൊരു പെൺകുട്ടി മരിച്ചത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കുട്ടി വെള്ളത്തിൽ ഇറങ്ങി നിന്ന സ്ഥലത്ത് ഒട്ടും താഴ്ചയില്ല, പക്ഷെ അതിന്റെ തൊട്ട് ബാക്കിലോട്ട് വളരെ അഗാധമായ ഒരു കുഴിയായിരുന്നു. ഇതറിഞ്ഞില്ല. നമ്മൾ ഈ പുറമേ കാണുന്ന ശാന്തത ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഈ കുട്ടി റീൽസ് എടുക്കാൻ വേണ്ടി വെള്ളം ഇങ്ങനെ പൊക്കി കളിച്ച വഴിക്ക് അബദ്ധവശാൽ ഈ കുട്ടിയുടെ കാല് പിന്നോട്ട് പോവുകയും ആ കുഴിയിലേക്ക് വീണു പോവുകയും ചെയ്തു. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ആഴമില്ല എങ്കിൽ പോലും തൊട്ടപ്പുറത്ത് അതിനേക്ക് അത്യഗാധമായ കുഴിയാണ്. ഇത് നമുക്ക് നീന്തലറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ അപകടം ഉണ്ടാക്കുന്ന സമയമാണ്. കാരണം വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അധിക സമയം ജീവിച്ചിരിക്കാൻ പറ്റില്ല. അത് സ്വാഭാവികമാണ്. കാരണം ശ്വാസകോശത്തിലൊക്കെ വെള്ളം കയറിയിട്ട് നമുക്ക് ശ്വസിക്കാൻ പറ്റാതാവുകയും മരണത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും വെള്ളത്തിനെ സംബന്ധിച്ച് എത്ര നീന്തലറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നീന്തലറിയാത്ത വ്യക്തിയെ സംബന്ധിച്ച് ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല. കിണറാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആറുകൾ, ഇപ്പൊ നമുക്കിവിടെ കല്ലടയാറ് ഉണ്ട്. കല്ലടയാറിലെ പ്രത്യേകം ഞാൻ പറഞ്ഞ കല്ലടയാറിന്റെ പല സ്ഥലങ്ങളിൽ ആഴം കുറവുണ്ട്, എന്നാൽ ചില സ്ഥലങ്ങളിൽ വളരെ അഗാധമായ ആഴവും പാറക്കെട്ടുകളുള്ള സ്ഥലമാണ്. അപ്പൊ അപകട സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ ഞങ്ങൾ ഈ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്നും അല്ലെങ്കിൽ മാസത്തിൽ മിക്കവാറും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. വെള്ളത്തിൽ വേണ്ടുള്ള അപകടം. 2007 ഫയർ സർവീസിൽ പ്രവേശിച്ചിട്ട് 2017-18 വരെ ഫയർ സർവീസിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കൂടെ ജോലി ചെയ്തവരും എൻ്റെ ഓഫീസറായിട്ട് ജോലി ചെയ്ത ആൾക്കാരും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഏറെ സന്തോഷം. ഇത്തരത്തില് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ എൻ്റെ കൂടെ സംസാരിച്ചവരോടെല്ലാം പറഞ്ഞു, ദിവസവും ഇത്തരത്തിലുള്ള 100 കണക്കിന് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായി ഈ ചുറ്റുപാട് നിൽക്കുന്നതല്ല. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ബാച്ചുകാർ തന്നെ കുറെ പേരുണ്ട്. ഇവരെല്ലാം എനിക്ക് കൂടെ നിൽക്കുന്ന അനിൽ സാർ എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന കിണർ വർക്കിനൊക്കെ ഭയങ്കര ഉസ്താദുക്കളാണ്. ഞാൻ അവരെയൊക്കെ കണ്ടാണ്, ഇവരുടെ പുറകെ കൂടാണ് നമ്മൾ ഇറങ്ങി തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അതിനകത്തൊരു കാര്യമുള്ളത്, അന്ന് ഒരു മത്സരമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റേഷനിൽ ഒരു കോള് വന്നു കഴിഞ്ഞാൽ ആദ്യം ആര് സ്പോട്ടിൽ ചെല്ലും, ആദ്യം ആര് കിണറ്റിലിറങ്ങും, ആദ്യം ആര് രക്ഷപ്പെടുത്തി എടുക്കും എന്ന് പറഞ്ഞ് ഒരു മത്സരമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഫയർ സർവീസിലൂടെ കഴിഞ്ഞു പോയിട്ടുള്ളത്. ആ മത്സരം യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ ആരോഗ്യകരമായ മത്സരം. നമ്മൾക്ക് മുന്നിൽ ഒരാളെ രക്ഷപ്പെടുത്തി എടുക്കുന്നത് നമ്മളായിരിക്കണം എന്നുള്ളൊരു മത്സര ബുദ്ധിയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ടീമിന്റെ കൂടെയാണ് ഞാൻ ജോലി ചെയ്തത്. ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഓഫീസറായിട്ടുണ്ടായിരുന്ന എൻ്റെ നാട്ടുകാരനും എൻ്റെ ജസ്റ്റ് സീനിയറായിട്ട് പഠിച്ച എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശിവകുമാറായിരുന്നു അന്ന് എൻ്റെ ഓഫീസറായിട്ട് കൊട്ടാരക്കര ഉണ്ടായിരുന്നത്. കൊട്ടാരക്കര ഞാൻ വർക്ക് ചെയ്തപ്പോഴുള്ള ടീമാണ് ഇപ്പോൾ എന്നെ കാണാൻ വന്നത്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്തത് അവരെ സംബന്ധിച്ച് വളരെ ചെറിയ ഒരു കാര്യമാണ്. അവരെല്ലാ ദിവസവും ചെയ്ത കാര്യം അന്ന് ഞാൻ ചെയ്തൊരു കാര്യം വീണ്ടും ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഫയർ സർവീസ് ആയാലും പോലീസ് ആയാലും ഒരൊറ്റ അർത്ഥമൊക്കെ ഉള്ളൂ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുക എന്നുള്ളതാണ്. ഒരു ജീവൻ നമ്മുടെ മുമ്പിൽ പൊലിയരുത് എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇന്നലെ ഇത്തരത്തിലൊരു കടുങ്കൈക്ക് മുതിർന്നത്. കടുങ്കൈ എന്ന് പറയാൻ കാര്യം, ഫയർഫോഴ്സ് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ടീമായിട്ടാണ് ചെല്ലുന്നത്. അത്യാവശ്യം എല്ലാ രക്ഷാ എക്യുപ്മെന്റും കൊണ്ടാണ് അവർ ചെല്ലുന്നത്. ഒരു പക്ഷേ എയർ സർക്കുലേഷൻ കുറവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്നേരം അവരുടെ ബ്രീത്തിങ് അപ്പാരറ്റസ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലോവർ ഉണ്ട്. ഒത്തിരി സുരക്ഷാ മാനദണ്ഡങ്ങളോടുകൂടിയാണ് അവരവിടെ ചെല്ലുന്നത്. ഇത്തരത്തിലൊന്നും ഇന്നലെ നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടാതെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയത്. കാരണം അത്ര ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് അമ്മ അവിടെ ഉണ്ടായിരുന്നത്. ബാക്കി കിണർ എങ്ങനെയാണോ, കിണറ്റിന്റെ അവസ്ഥ എന്താണോന്നോ ചിന്തിക്കാനുള്ള അവസ്ഥയില്ലാത്ത രീതിയിലായിരുന്നു പോയത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു അനുഭവമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ആ കിണർ കണ്ടപ്പോൾ പേടിക്കുക. ഇന്നലെ വന്ന് പിന്നീട് ആ കിണർ കണ്ടവർ പിന്നീട് ഞാൻ പോയി കണ്ടപ്പോഴും എനിക്ക് പേടിയായി. കാരണം 1 കാട് നിറഞ്ഞത്, 2 ഇടിഞ്ഞു വീഴുന്ന തൊടിയുള്ളത്, 3 എയർ സർക്കുലേഷൻ ഇല്ലാത്തത്, 4 ഇഴജന്തുക്കളുണ്ടോ എന്ന് പേടിയുള്ളത്. ഇത്രയും പ്രശ്നമുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ എപ്പോഴും പറഞ്ഞ പോലെ ഒരു നിമിത്തമാണ്. അമ്മയ്ക്ക് മരണസമയമായിട്ടില്ല, നമ്മളവിടെ ചെല്ലണം, അവർ രക്ഷപ്പെടുത്തണമെന്നൊരു നിമിത്തമായിരുന്നു. ആ നിമിത്തം കൊണ്ട് എത്താൻ പറ്റി. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്കും അമ്മയ്ക്കും ഒരു പരിക്കും ഇല്ലാതെ മുകളിലെത്താൻ പറ്റി. ഫയർഫോഴ്സുകാർ കൃത്യമായി അവരുടെ വാഹനത്തിൽ അവരെ ആശുപത്രിയിൽ എത്തിച്ചു. ഇന്നലെ വൈകിട്ടോടുകൂടി എല്ലാ ചികിത്സയും കഴിഞ്ഞ് തിരിച്ച് പോയതായിട്ട് അറിയാനും കഴിഞ്ഞു. ആ അമ്മയുടെ ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഭാഗ്യം. എൻ്റെ കൂട്ടത്തിൽ എന്നെ പറഞ്ഞ പോലെ നമ്മൾ ചങ്കുകളാണ്. അത് ഈ പറഞ്ഞ പോലെ എപ്പോഴും എനിക്കിപ്പം അവർ ഒത്തിരിയും പരിപാടികൾ കൂടുന്നുണ്ട്. പക്ഷേ
എന്റെ സമയക്കുറവ് കൊണ്ട് ഈ പരിപാടികളിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റാറില്ല. ഇവരെല്ലാ പരിപാടിക്കും എന്നെ വിളിക്കും. പക്ഷെ അന്ന് എന്തെങ്കിലും ഒരു തലവേദന വന്ന് എനിക്ക് അതിനകത്ത് ഉൾപ്പെടാൻ പറ്റാറില്ല. അത് വളരെ സന്തോഷമുണ്ട്. നമുക്കൊരു സന്തോഷമുള്ള നിമിഷം വന്നപ്പം കൂട്ടുകാരായിട്ട് അവർ ഓടിയെത്തുകയും ഇതുപോലെ ചർച്ച ചെയ്ത് എന്നെ ഒന്ന് വന്ന് കാണാനും കാണിച്ച മനസ്സ് വലിയ മനസ്സാണ്. പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ നിങ്ങളുടെ കാഷ്വലി സംസാരിച്ചപ്പോൾ പറഞ്ഞു വലിയൊരു കുടുംബമാണത്. 10-11 കൊല്ലം ആ കുടുംബത്തിൽ ജീവിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. ആ കുടുംബത്തിലെ ഒരു സ്നേഹവും ഒരു വിശ്വാസവും ഒരു ആത്മാർത്ഥതയും ഒക്കെ എപ്പോഴും അതുപോലെ നിലനിൽക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഇവര് ഓരോരുത്തരുടെ വീട്ടിലെയും ഓരോ കുഞ്ഞുകുട്ടിയെയും അച്ഛന്റെയും അമ്മയുടെയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉൾപ്പെടെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അത്രയും ബോണ്ടാണ് ഫയർഫോഴ്സിലെ കുടുംബം എന്ന് പറഞ്ഞാൽ. ആ ഒരു കുടുംബത്തിലെ സ്നേഹം ഇന്നും ഞങ്ങൾ ഇതുപോലെ നിലനിർത്തി പോകുന്നുണ്ട്. സമയക്കുറവ് കൊണ്ട് പല പരിപാടിക്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വളരെ സന്തോഷം ഇവര് എന്നെ ഇവിടെ എത്തിയതിലും. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും ആദരിക്കാൻ അവർ ചെയ്തതിൽ വലിയൊരു കാര്യം ഞാനിത് ചെയ്തിട്ടില്ല. അവരെല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ തുടർച്ചയായി ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ഞാൻ ചെയ്തതെങ്കിലും ആദരിക്കാൻ കാണിച്ചൊരു മനസ്സിന് വളരെ സന്തോഷം. എല്ലാവരും ഇത്ര തിരക്കുള്ളവരും ഈ കൊല്ലം ജില്ല വിട്ട് ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ പേരും. അവരെല്ലാം ഒരേ സമയത്ത് കൂടി ഇവിടെ വന്ന് നമ്മളോട് കാണിച്ച ഈ സ്നേഹത്തിന് വളരെ നന്ദിയുണ്ട്. നന്ദി. രാഷ്ട്രപതി മെഡൽ മെഡൽ കിട്ടിയ ആളാണ് എന്ന് പറഞ്ഞാൽ എല്ലാം പുലികളാണ് വന്നിട്ടുള്ളത്. ഞാൻ അതാ പറഞ്ഞ പഴയത് ഞങ്ങൾ തമ്മിൽ മത്സരമായിരുന്നു. മനോജിന്റെ പോകുമ്പോൾ ഞാൻ മനോജിനെ ഇറക്കത്തില്ല. കാരണം മനോജ് ആദ്യമേ താഴെ ഞങ്ങൾ കോളം തുടങ്ങും. പിന്നെ ഞങ്ങൾ വണ്ടി ഇറങ്ങുമ്പോഴേ താഴെ നിന്ന് ഒരാൾ വിളിക്കും, റോപ്പ് ഇട്ടാന്ന് വിളിക്കും. അത് ദേവമാണ്. കാരണം അതിനും അദ്ദേഹം നമ്മളൊക്കെ അണ്ണ എന്നൊക്കെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. അണ്ണ എല്ലാം മരത്തിൽ കയറുന്ന ആളെ എനിക്ക് അറിയുമ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യരാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്നെക്കാൾ കൂടുതൽ പറയാൻ അറിയാവുന്ന ആൾക്കാരെ അവർ കിടനെ കുറിച്ച്. എന്തായാലും സാറ് വേറെ കാര്യമുണ്ട് കേട്ടോ. ഈ ഫയർഫോഴ്സിലെ ആയതുകൊണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഡയറക്റ്റ് സാറ് ഇടപെടുന്നു. അല്ലെ, ഈ ഒരു കാര്യം മാത്രമല്ല, ഞങ്ങൾ പല കാര്യങ്ങളും ഞങ്ങൾ ഈ മീഡിയാസ് ഓടി ചെല്ലുമ്പോൾ അവിടെ സാർ ഇറങ്ങുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഇന്നലെയാണ് അറിയുന്നത് ഫയർഫോഴ്സിലായിരുന്നു ജോലി ചെയ്യുന്നത്. ഞങ്ങൾ അന്നേരം ആലോചിക്കും, ഇത് എല്ലാ ഉദ്യോഗസ്ഥരെയൊക്കെ സാർ ഇറങ്ങാൻ എല്ലാം ചെയ്യാൻ മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ. ഞങ്ങള് എടുക്കുന്ന ബോഡികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഞങ്ങളുടെ ഗ്രൂപ്പിനാണ്. ഫയർ സർവീസ് ആൾക്കാർ എടുക്കുന്ന ബോഡികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10 ദിവസം പഴക്കമുള്ള 15 ദിവസം പഴക്കമുള്ള ബോഡിയായിരിക്കും. അത് ബോഡി എന്ന് പറയാൻ പോലും ഒക്കാത്ത അവസ്ഥയിലാണ്. നമുക്കറിയാം, ഈ ഇപ്പോഴത്തെ വയനാട് ദുരന്തമൊക്കെ വന്നപ്പോൾ ഫയർ സർവീസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി പോലീസിനോടൊപ്പം ചേർന്ന് ഫയർ സർവീസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അത്ര പഴക്കമുള്ള ബോഡികൾ നമുക്ക് അറച്ചു മാറി നിൽക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞാണ് ഞങ്ങൾ ചിലപ്പോൾ കുളിക്കാതെ പോലും ആഹാരം കഴിച്ചിട്ടാണ് അടുത്ത വർക്കിനായിട്ട് പോകുന്നത്. അത്രയും ഡേഞ്ചറസ് സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്നവരാണ് ഇവർ. ഈ പറഞ്ഞാൽ പോലീസിലേക്ക് ആ ഡേഞ്ചറസ് ഇല്ല എങ്കിൽ ഇവർക്ക് കിട്ടുന്ന പണ്ട് നമ്മൾ സ്ഥിരം കളിയാക്കൽ കേൾക്കുന്ന ഒരാളായിരുന്നു, ഇത് ഫയർഫോഴ്സിന് ഒരു പണിയില്ലല്ലോ, ചുമ്മാതാവുമാരെ അവിടെ ഇരിക്കല്ലേ എന്ന് പറയുന്നത്. ഒരു ഒറ്റ പണി ഒരു ദിവസം കിട്ടിയാൽ മതി, ഒരു മാസത്തിൽ ഏർപ്പുള്ള പണിയാണ്. അതുകൊണ്ട് അത് എനിക്ക് മനസ്സിലാവുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ശരീരത്തിലുണ്ട് ഇതൊക്കെ ഫയർ സർവീസിന് കിട്ടിയ പാടുകളാണ്. ശരീരം മൊത്തം പാടുകളുണ്ട്. എല്ലാം പലയിടത്തും പല വർക്കുകൾ ഏറ്റ് കൈയും കാലും ഒക്കെ പോയ ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ജീവൻ തന്നെ നഷ്ടപ്പെട്ട ഒത്തിരി ആൾക്കാർ. പ്രമോദ്, ഏത് സ്റ്റേഷൻ? ഞാനിപ്പോ റാന്നി സ്റ്റേഷൻ. സാറിന്റെ പേര്? സാറിന്റെ പേര്? തൃപ്പൂണിത്തുറ. സാറിന്റെ പേര്? ശിവകുമാർ, ഞാൻ പത്തനാപുരം ഫയർ സ്റ്റേഷനിലാണ്. സാറിന്റെ പേര്? ഇതൊരു ഷാജിദി, ഞാൻ കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലെ സഫാറോ. സാറിന്റെ പേര്? ഞാൻ മനോജ്, വേറെ സഫാറോ, പാലാ സ്റ്റേഷൻ. അടൂര്. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് മെസ്സേജ് ചെയ്ത് വന്നതാണ് അല്ലേ? ഒരുമിച്ച് 2017 വരെ ഞങ്ങള് കൊട്ടാരക്കര സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ശേഷം പലരും ഇപ്പോഴത്തെ പ്രൊമോഷനിൽ പലരും പിരിഞ്ഞു പോയി, പല വഴിക്ക് പിരിഞ്ഞു പോയി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാനതാ പറഞ്ഞ ആ ഒരു ബോണ്ടെന്ന് പറയും. എല്ലാ ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവസാനം ഞാൻ കൂടി എനിക്ക് പ്രമോദിന്റെ വീടിന്റെ പാലുകാശനാണ് തോന്നുന്നത്. അങ്ങനെ എല്ലാ പരിപാടികൾക്കും ഒരുമിച്ച് ഞങ്ങൾ വരാറുണ്ട്. ജയകുമാറിന്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, എനിക്കന്ന് വൈകിട്ട് പോകാൻ പറ്റിയില്ല. മുഖ്യമന്ത്രിയുടെ അവാർഡ് കിട്ടിയ ഇവരെല്ലാവരും കൂടെ ഒരു അനുമോദന യോഗം അന്നുണ്ടായിരുന്നു. അത് കൊട്ടാരക്കര വെച്ചായിരുന്നു. പക്ഷേ എനിക്ക് അതിനകത്ത് തിരക്കുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ഇതല്ല ടീം, അതൊരു വലിയ ടീമാണ്. ഈ ആൾക്കാർ പലയിടത്തായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, എല്ലാവരും എത്തിച്ചേരാൻ പറ്റും. ഇവർ പെട്ടെന്ന് ചെയ്യണമെന്നൊരു സംഭവം കൊണ്ടാണ് ഇന്നത്തെ ദിവസം തന്നെ വന്നത്. 2 ദിവസം കഴിഞ്ഞാൽ ആൾക്കാർ കൂടി വന്നത്. പക്ഷേ അതിനകത്ത് ഇവർക്ക് പലർക്കും നാളെ ജോയിൻ ചെയ്യേണ്ടവരുണ്ട്. അതുകൊണ്ടാണ് ഇത്രയൊരു ബുദ്ധിമുട്ട് വന്നത്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു മനസ്സും ആ ഒരു സ്നേഹവും എല്ലാ കാലവും ഇരിക്കട്ടെ എന്നാണ്.